സംവിധാനം ചെയ്ത ആദ്യ സിനിമ തന്നെ IFFKയുടെ ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ വിഭാഗത്തിൽ പ്രദർശിപ്പിക്കാൻ സാധിച്ച പൊന്നാനിക്കാരൻ ഫാസിൽ മുഹമ്മദാണ് ഇന്ന് നമുക്കൊപ്പം ഉള്ളത്. ഫാസിൽ, നമസ്കാരം. ഒരു സമൂഹത്തിൽ ഒന്ന് ഉയർന്ന ചിന്താഗതികൾ ഒന്ന് പ്രവർത്തിക്കുന്ന സ്ത്രീകളെ ചിലപ്പോൾ കളിയാക്കിയിട്ട് വിളിക്കുന്ന പേരാണ് ഫെമിനിസ്റ്റ് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ വിളിക്കുന്നതൊക്കെ എൻ്റെ മണം പോവില്ല എന്നുള്ള ഡയലോഗ് എനിക്ക് സ്ട്രൈക്ക് ആയി. ഞാൻ അപ്പം തന്നെ ആ ഡയലോഗ് ഞാൻ എൻ്റെ മൊബൈലിൽ നോട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ FFKയിൽ കയറാന്നുള്ളത് തന്നെയായിരുന്നു അവിടെ ഒരു പ്രദർശനം മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. IFFKയിൽ എത്തിക്കണമെന്നുള്ള പടം എല്ലാവരും അറിയണമെന്നുള്ളത്. ആദ്യത്തെ തന്നെ എനിക്ക് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉള്ള ഒരു കാര്യം, ഈ ഫാത്തിമയെ ഫെമിനിസ്റ്റ് ആക്കാൻ എപ്പോഴാണ് തീരുമാനിച്ചത്? ഫാത്തിമേനെ ഫെമിനിസ്റ്റൊക്കെ ഞാൻ ഇതുപോലെ നമ്മൾ ഒരുപാട് പേരെ കാണുന്നുണ്ട്, എൻ്റെ നാട്ടിലായാലും എൻ്റെ വീട്ടിലായാലും. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ അതിങ്ങനെ ഒരു ഇതിൻ്റെ ഉള്ളിലിങ്ങനെ നിൽക്കണവർ. ഞാൻ പല സമയത്തും ഞാൻ ഇവരെന്താ അത് ബ്രേക്ക് ചെയ്യാത്തത്, ചെറിയ 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 കാര്യങ്ങൾ ഇട്ടാ ഇവരെന്താ അങ്ങനെ പറയാത്തത്, അവരെന്താ ഒരു ചെയ്യാത്തതെന്നൊക്കെ ഞാൻ തോന്നിയിട്ടുണ്ട്. റെസ്പോണ്ട് ചെയ്യാതെ അപ്പോൾ ആ ചിന്തകളിൽ നിന്നാണ് ഫാത്തിമേനെ ഫെമിനിസ്റ്റ് ആക്കാന്നുള്ളത് തീരുമാനം. ഈ ഫെമിനിച്ചി എന്ന് പറഞ്ഞ് ടൈറ്റിൽ കൊടുക്കുമ്പോൾ ചെറിയൊരു ആശങ്ക തോന്നിയിരുന്നു, കാരണം ഇത് തെറ്റായിട്ട് റീഡ് ചെയ്യപ്പെട്ടാലോ അങ്ങനൊരു തോന്നിയിട്ടുണ്ടായിരുന്നു? ഇല്ല, പക്ഷെ എനിക്കത് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. ആ വാക്ക് അത് എനിക്കൊരു അറ്റൻഷൻ കിട്ടും എന്നുള്ളത് ഉറപ്പായിരുന്നു. പിന്നെ അതിനപ്പുറം ആ വാക്കിനെ ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. കാരണം ഒരു സമൂഹത്തിൽ ഒന്ന് ഉയർന്ന ചിന്താഗതികൾ ഒന്ന് പ്രവർത്തിക്കുന്ന സ്ത്രീകളെ ചിലപ്പോൾ കളിയാക്കിയിട്ട് വിളിക്കുന്ന പേരാണ് ഫെമിനിസ്റ്റ് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ വിളിക്കണൊക്കെ പക്ഷെ അവരവിടെ പൊന്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് എൻ്റെ ആശം. അത് ഞാൻ പോസിറ്റീവായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ വേണമെങ്കിൽ ഒരു മെത്തയാണ് ഈ കഥയുടെ ഒരു കേന്ദ്ര കഥാപാത്രം തന്നെയാണ് ഒരു മെത്ത എന്ന് പറയുന്നത്. ആ ഒരു സ്റ്റോറി ഐഡിയയിലേക്ക് എത്തിയത് എങ്ങനെയാ? ആ സ്റ്റോറി ഐഡിയയിൽ ഞാൻ എൻ്റെ താത്താൻ്റെ വീട്ടിൽ നിൽക്കാൻ പോയതാണ്. അപ്പോൾ താത്ത രാവിലെ എൻ്റെ മകനെ അവൻ ബെഡിൽ മൂത്രയിച്ചിട്ട് താത്താൻ്റെ ബെഡിൽ മൂത്രയിച്ചിട്ട് താത്ത ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ഒരു ഡയലോഗ് എനിക്ക് ഭയങ്കര സ്ട്രൈക്കായി. ആ ഡയലോഗ് ഇത് ഇത്രയും ഷീറ്റ് വെച്ചിട്ട് എനിക്ക് ഇവിടെ തന്നെ വെക്കാറുണ്ടല്ലോ, അങ്ങനെ ഒരു ഡയലോഗ് മൂത്രം തട്ടിക്കാണ്ട് കൊണ്ടെടുക്കായിരുന്നു. ഞാൻ എൻ്റെ മണം പോവില്ല എന്നുള്ള ഡയലോഗ് എനിക്ക് സ്ട്രൈക്കായി. ഞാൻ അപ്പം തന്നെ ആ ഡയലോഗ് ഞാൻ എൻ്റെ മൊബൈലിൽ നോട്ട് ചെയ്ത് വെച്ച്. പിന്നെ ആ ഡയലോഗിൽ നിന്നാണ് ഈ സിനിമ. അപ്പോൾ ഈ സിനിമയെ കാണുന്ന ഫൈസൽ എന്ന് പറയുന്ന ആ കഥാപാത്രം ശരിക്കും പറഞ്ഞാൽ പുറത്തായിട്ട് വരുന്നത് ഫാസിൽ തന്നെ. അതെ, പക്ഷെ അത് ആള് അന്നിലാകൊണ്ട് അഭിനയിച്ചെന്നുള്ളൂ. മെത്തയുടെ കാര്യം പറഞ്ഞ പോലെ ഇതിനകത്ത് നായി ഒരു വലിയ കഥാപാത്രമാണ്. നായി വന്ന് കയറി കഴിഞ്ഞാൽ ഇത് ഇത്ര കഴുകണം, അത് ഇതാക്കണം, അങ്ങനെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ അതിനെ ചുറ്റിപ്പറ്റി വരുന്നുണ്ട്. ആ കഥ മുഴുവൻ കോൺഫ്ലിക്റ്റ് കൊണ്ടുവരുന്ന മുഴുവൻ ആ നായിയാണ്, ജബ്ബാർ. ഈ ജബ്ബാർ അതുമായിട്ട് റിയൽ ആയിട്ട് എന്തെങ്കിലും സംഭവിച്ച സാധനമാണോ, അല്ലെങ്കിൽ ഇങ്ങനത്തെ അനുഭവങ്ങളുണ്ടോ ഈ പടത്തിലും? ഇന്നത്തെ പരിപാടികൾ ഞാൻ എൻ്റെ ബെഡ് ഉളക്കാടുക, അതിൽ നായകർ മൂത്രമൊഴിച്ച് അങ്ങനത്തെ ഒരു ഇൻസിഡന്റ് ഇവിടെ ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ കുടുംബ ഫാമിലിയുള്ള ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവര് ഞാൻ ഈ ത്രെഡ് പറഞ്ഞതിന് ശേഷം പറഞ്ഞു, ഞാൻ എൻ്റെ കസിന് പടം കാണിച്ചെടുത്തതിൻ്റെ ശേഷം പറഞ്ഞു, എടാ അത് എൻ്റെ മൂത്തമ്മക്ക് പറ്റിയിട്ടുണ്ട്, നായ മുത്രയിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അതാണ് പറഞ്ഞു. ഈ നായനെ കൊണ്ടുള്ള വലിയൊരു കഥ ഉണ്ട്. ഈ നായ നമുക്ക് അങ്ങനെ വലിയൊരു പരിപാടി പിടിക്കാനുള്ള സെറ്റപ്പ് ഇല്ല, നമുക്കൊരു നായനെ വേണം. അപ്പോൾ നമ്മളെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കടപ്പുറത്ത് പോയി രാവിലെ പോയി കടപ്പുറത്ത് പോയി ചായ അടിക്കും. നായയുടെ ഷോട്ട് കിട്ടണില്ലേ ഇവിടുന്ന്, നായ കിട്ടണില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ കൂട്ടം നായക്കളവിടെ നിൽക്കുന്നു. ഞാനൊരു പാക്കറ്റ് പൊട്ടിച്ച് ഒരു ബിസ്ക്കറ്റ് എറിഞ്ഞു കൊടുത്തു. അപ്പോൾ എല്ലാവരും കുറേ തിന്ന് ബാക്കിയുള്ളവർക്ക് പക്ഷേ നായ മാത്രം അവിടെ നിന്ന്. അപ്പോൾ ഞാൻ വീണ്ടും അടുത്ത ബിസ്ക്കറ്റ് പാക്കറ്റ് വാങ്ങിക്കൊടുത്ത് ഇട്ടു. അങ്ങനെ ഒരു 5-6 പാക്കറ്റ് ബിസ്ക്കറ്റ് എടുത്തിട്ട് അവിടെ വന്ന് ആ കിടക്കയിൽ വന്ന് അത് എനിക്കുള്ള ഷോട്ടുകളൊക്കെ ഞാൻ എടുത്ത് എന്നിട്ടാണ് തിരിച്ചു എന്നിട്ട് അത് ഒരു സൺഡേസ് കൂടെ അവിടെ ആ ലൊക്കേഷൻ അവിടെ നിന്ന് സ്ഥിരം അതിന് സാന്നിധ്യമായി. കൊള്ളാം. അത് എന്തായാലും ആ നായെ ഓഡിഷൻ ചെയ്ത വിധം എന്തായാലും രസമായിട്ടുണ്ട്. ആദ്യ സിനിമയാണ്. ഇതിനു മുമ്പ് പ്രവർത്തിച്ച മേഖല എഡിറ്റിംഗ് ആണ്. ഇപ്പൊ എഡിറ്റിങ്ങും ഇപ്പൊ ഇതിനു വേണ്ടി എഴുതാൻ വേണ്ടി ഇരിക്കുന്നു. എഡിറ്റിംഗ് പോലെ തന്നെയുള്ള ഒരു പ്രോസസ്സാണ് റൈറ്റിംഗ്. ഈ പുതിയ ഈ പടത്തിന്റെ എങ്ങനെയാണ് ആ കഥ ഉണ്ടായത്? എവിടെയാണ് ശരിക്കും പറഞ്ഞാൽ എഡിറ്റിംഗ് ടേബിളിലാണോ ഈ കഥ ഉണ്ടാക്കിയത്, അതോ റൈറ്റിംഗ് ടേബിളിലായിരുന്നോ പൂർണ്ണമായിട്ട് ഈ കഥ ഉണ്ടായത്? അല്ല, ഞാൻ എൻ്റെ വർക്കുകളൊക്കെ ഞാൻ തന്നെയാണ് എഡിറ്റ് മാത്രമല്ല എഴുത്തും ഇപ്പം ഞാൻ തന്നെ. ഞാനിപ്പോൾ മുന്നേ ട്യൂഷൻ കൂടുന്ന വെബ് സീരീസ് ചെയ്തുകൊണ്ട് അത് ഞാനാണ് എഴുതുന്നത്. പിന്നെ ഖബറിനൊരു ഷോർട്ട് ഫിലിം ചെയ്ത് എൻ്റെ വർക്കൊക്കെ ഞാൻ തന്നെ എഴുതി ഞാൻ തന്നെ എഡിറ്റ് ചെയ്യാറ്. എനിക്കത് ഭയങ്കര എനിക്കൊരു കംഫർട്ട് ഏരിയയാണ്. ഞാൻ തന്നെ എഴുതുക, ഞാൻ തന്നെ എഡിറ്റ് ചെയ്യുക. പിന്നെ അത് ഭയങ്കര എന്നെ സംബന്ധിച്ചോളം അത് എനിക്ക് ഭയങ്കര വർക്കായിട്ടുള്ള പരിപാടി. വേറെ ഇതിലോട്ട് പോകേണ്ട ആവശ്യമില്ല. ഞാൻ എഡിറ്റിംഗ് എനിക്ക് അറിയുന്നതുകൊണ്ട് എനിക്ക് കുറച്ച്
ഗുണങ്ങളുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ കഥ എഴുതുമ്പോൾ ഞാൻ കറക്റ്റ് ആ ഒരു പരിപാടി വെച്ചിട്ട് മതി എന്നുള്ള രീതിയിലാണ്. പിന്നെ എനിക്ക് എഡിറ്റിങ്ങും ടെപ്പേജ് തീർക്കാൻ പറ്റുക. ഷൂട്ട് ചെയ്തപ്പോൾ തന്നെ അന്നേ ഞാൻ എഡിറ്റും ചെയ്യും. പിന്നെ അങ്ങനെ കുറേ സമയം എഡിറ്റിങ്ങിന് മാറ്റിക്കളയാണ്. സാധനം എടുത്തിട്ട് കറക്റ്റ് എഡിറ്റിംഗ് പരിപാടിയിലാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. എഡിറ്റിംഗ് സെറ്റ് ആക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എടുക്കാതെ കട്ട് ചെയ്തിട്ട ഈ കഥാപാത്രങ്ങളായിട്ട് അവതരിപ്പിച്ചിരിക്കുന്ന ഇവർ എവിടെ നിന്ന് കിട്ടി സത്യം പറഞ്ഞാൽ? കാരണം എല്ലാവരും ഭയങ്കര ആപ്റ്റായിട്ട് നമുക്ക് നോക്കി, വളരെ കുറച്ച് പേര് മാത്രമാണ് നമുക്ക് പരിചിതമായിട്ടുള്ള മുഖങ്ങളുള്ളത്. ബാക്കി എല്ലാവരും ഇതിലിപ്പോൾ ഫാത്തിമ അഭിനയിച്ച ഷംലാംസാണ്. ഷംലാംസ മുന്നേ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, 1900 സിനിമയിൽ. പിന്നെ അഭിനയിച്ചിട്ടുള്ളത് പിന്നെ കുമാർ ചെറിയ സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാവരും എൻ്റെ നാട്ടിലുള്ള എൻ്റെ അയൽവാസികൾ, ഞാൻ സ്ഥിരം കാണുന്ന എൻ്റെ അയൽവാസി ചേച്ചിമാർ, എൻ്റെ ടീച്ചർ, ആ നാട്ടിലുള്ള സാധാരണക്കാരായ എൻ്റെ പരിചയക്കാരാണ് അപ്പോൾ ബാക്കി പടത്തിൽ അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവരൊക്കെ എൻ്റെ മുന്നേ എൻ്റെ മുന്നത്തെ വെബ് സീരീസ് വർക്കുകളിലൊക്കെ അഭിനയിച്ച ആൾക്കാരാണ്. ഈ ആ നെയ്ബർഹുഡ് പരിചയമുള്ള അതേ സ്ഥലം സിനിമയിലോട്ട് പറിച്ചിടുമായിരുന്നു അല്ലേ? അതെ എനിക്ക് ആ മുഖങ്ങളൊക്കെ കറക്റ്റ് കാണാൻ പറ്റും. ഇപ്പോൾ സൂറാത്ത, റുക്കിയാത്ത, ജമീലാത്ത ഇവരൊക്കെ എൻ്റെ ചുറ്റുള്ള ആൾക്കാരാണ്, നമ്മുടെ സ്വന്തം ആളുകൾ. അപ്പോൾ എനിക്കത് അങ്ങനെ ആ സാധനമൊക്കെ ഒരു പ്ലേസ് ചെയ്താൽ മതി ഇവിടെ ടെറൈനിൽ. അപ്പോൾ ഇതൊരു സമുദായത്തിനകത്തുള്ള ചില കാര്യങ്ങൾ ഭയങ്കര സറ്ററിക്കലായിട്ട് ഡീൽ ചെയ്യുന്നുണ്ട് ഈ പടത്തിൽ. ഇതെങ്ങനെ പ്രസന്റ് ചെയ്യേണ്ട വിധം എങ്ങനെയാണെന്നുള്ള ഒരു ഭയങ്കരമായിട്ടൊരു ആലോചന പോയിട്ടുണ്ടോ? കാരണം ഇത് എങ്ങാനും തിരിച്ചടിച്ചാലോ എന്നുള്ളൊരു ഇല്ല, എനിക്ക് അതിൽ ഭയങ്കര കോൺഫിഡൻസ് എന്ന് വെച്ചാൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ അത് എൻ്റെ എൻ്റെ മതത്തിലുള്ള ആൾക്കാരും അത് എതിർക്കണമെന്നുള്ളത്. അത്ര സംഭവങ്ങൾ എതിർക്കപ്പെടുന്ന വേണം. പിന്നെ നിലവിലുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പടം പറഞ്ഞാൽ അപ്ഡേഷൻ ആവാത്തൊരു പ്രശ്നമുണ്ട്. അപ്പോൾ കാലത്തിനനുസരിച്ചിട്ട് മതത്തിൻ്റെ അതിൽ നമ്മൾ മതം എന്നല്ല, അതിൻ്റെ അപ്പുറത്ത് അതിലുണ്ടാക്കിയെടുത്ത നിയമങ്ങളുണ്ടല്ലോ, നിയമങ്ങളുള്ള ഒരു ചട്ടക്കൂടുകൾ, അത് കാലത്തിന് വെച്ചിട്ട് മാറണം. അതൊരാളെ ഈ സ്വാതന്ത്ര്യത്തിനെതിരാകരുത് എന്നുള്ളതാണ്. ഇതിനകത്ത് കാണിക്കുന്ന ഉസ്താദിനെ നേരിട്ട് കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്. അതിന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്ത് ഞാൻ പൊന്നാനിയിൽ ഷൂട്ട് ചെയ്ത്. പൊന്നാനിയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ അവിടുത്തെ കുറെ താത്തമാരൊക്കെ അവിടെ നിന്ന് നമ്മളെ ഷൂട്ട് കാണാനൊക്കെ വരും. ഈ സീനൊക്കെ അവർ മുന്നേ ഷൂട്ട് ചെയ്യുന്നത് ഇവരത് എക്സ്പീരിയൻസ് ചെയ്തതാണ്. അവരുടെ ഭാഗത്തുനിന്ന് എങ്ങനെയായിരുന്നു? അവർ കാണുമ്പോൾ അവർ ഭയങ്കര എന്റർടൈൻ ചെയ്ത് അവരത് ഭയങ്കര പോസിറ്റീവായിട്ട് എടുത്തത്. കാരണം അയ്യോ എന്നൊക്കെ പറയുന്നത്. അപ്പൊ അവർക്കൊരു റീതിങ്ക് വരുന്നുണ്ട് അവിടെ. അപ്പൊ അന്ന് അവരതിനെ ആസ്വദിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഇത് യാതൊരു രീതിയിലുള്ള ഇതല്ല. ഇപ്പൊ ആദ്യ സ്ക്രീനിങ്ങില് ഇത് IFFK പോലൊരു വേദിയിൽ ഒരുപാട് ക്രിട്ടിക്കലായിട്ട് ഭയങ്കരമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർക്കിടയിൽ ഇത് പ്രദർശിപ്പിക്കുമ്പോൾ എങ്ങനെയായിരുന്നു അതിന്റെ ഒരു എക്സ്പീരിയൻസ്? എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. നമ്മൾ ഇപ്പോൾ സാധാരണ ഒരു IFFK പടം പോലെ ഒരു നല്ല നമ്മൾ ട്രീറ്റ് ചെയ്ത് ഫണ്ടും കൊമേഴ്ഷ്യൽ പടം പോലെ ട്രീറ്റ് ചെയ്ത്, അപ്പോൾ എങ്ങനെ അത് ഇവിടെ വർക്ക് ആവും എന്നുള്ളൊരു ടെൻഷനായിരുന്നു. പക്ഷേ ഓഡിയൻസ് നല്ല ചിരി ഉണ്ടായിരുന്നു, പല സാധനത്തിലും നല്ല ചിരി കിട്ടുന്നുണ്ട്. കൈയടി കിട്ടി, ഓരോ ഡയലോഗ്സിനും കൈയടികൾ കിട്ടി. അത് ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ്. ഇപ്പൊ മറ്റേ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണുമായിട്ട് വലിയൊരു പാരലൽ പറയുന്നുണ്ട് ഈ പടത്തിന്. അപ്പൊ അതെങ്ങനെ നോക്കി കാണുന്നു? അത് അങ്ങനെ ഒരു സന്തോഷമാണ്. മികച്ചതുപോലെ മികച്ചൊരു സിനിമ ആയിരുന്നല്ലോ. അപ്പോൾ അതിന്റെ പേര്, പടത്തിന്റെ പേര് പറയുന്നത് ഈ ഫാസിലിനെ അങ്ങനെ ഇൻസ്പയർ ആക്കിയിട്ടുള്ള, അല്ലെങ്കിൽ എൻ്റെ പടം ഇങ്ങനൊരു വിധം ആയിരിക്കണം എന്ന് തോന്നിയിട്ടുള്ള ഫിലിം മേക്കേഴ്സ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇൻസ്പയറിംഗ് ഫാക്ടർ എന്തെങ്കിലും ഉണ്ടോ? അല്ല, എനിക്ക് എൻ്റെ ഒരു ഫിലിം മേക്കിങ്ങിൻ്റെ ചിന്ത വേറെ ആയിരുന്നു കുറച്ച് കാലം മുന്നേ വരെ. അപ്പോൾ ഞാൻ 2 പടങ്ങൾ ഞാനൊരു സമയത്ത് കണ്ടു. അതായത് ഒരു കെയർ ഓഫ് കഞ്ചനപ്പാലം എന്ന് പറഞ്ഞൊരു പടം അത് കണ്ടു. പിന്നെ കില എന്ന് പറഞ്ഞിട്ടൊരു മറാഠി കുട്ടികളെ വെച്ചിട്ട്. ഈ 2 പടം ഞാൻ കണ്ടതിന് ശേഷം എൻ്റെ മുന്നിലുണ്ടായിരുന്ന ഒരു സിനിമ എന്നുള്ളൊരു പരിപാടി എനിക്ക് മാറിക്കിട്ടും. അതിന് ശേഷമാണ് ഞാൻ ഒന്നുകൂടെ ഡൗൺ ആയിട്ടുള്ള കഥകൾ എഴുതാനും റൂട്ടറായിട്ടുള്ള എന്തെങ്കിലും സാധനം. കാഞ്ചനപാലത്തിലാണെങ്കിലും സ്പേസ് ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അത്ര സിനിമകൾ കണ്ടതിലാണ് നമുക്ക് ഇത്ര ആർട്ടിസ്റ്റുകൾ നമുക്ക് പ്ലേസ് ചെയ്യണം, അത്ര ഭയങ്കര ലൈവ് ആക്കണം, അതിനൊരു ഇമോഷൻ കൊണ്ടുവരണം എന്നൊക്കെ തോന്നിയിട്ട്. അങ്ങനെ കില സിനിമ ഇതുപോലത്തെ ഒരു പടം. അതൊക്കെയാണ് എൻ്റെ ഫിലിം മേക്കിങ്ങിന് കൂടുതൽ കണ്ടതിന് ശേഷമാണ് ഞാനൊന്ന് റീതിങ്ക് ചെയ്യലും എൻ്റെ മനസ്സിലുണ്ടായ സിനിമ ഞാൻ അങ്ങനെ ഇതാക്കിയത്. ലീഡ് കഥാപാത്രം ചെയ്ത ഷംല 1001 നുണകളിലാണ് അഭിനയിച്ചിട്ടുള്ളത്. അപ്പൊ ഈ തമർ 1001 നുണകൾ, ഷംല, ആ ഒരു കണക്ഷൻ എങ്ങനെയാണ് വരുന്നത്? 1001 നുണകളിൽ സലീം സാറാണ് എൻ്റെ പ്രൊഡ്യൂസർ. സലീം സാർ വഴിയാണ് ഞാൻ ആ പടത്തിൽ വർക്ക് ചെയ്യാൻ പോകുന്നത്. സാറിൻ്റെ പടമൊക്കെ മുന്നേ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഞാൻ സ്പോട്ട് ചെയ്യാൻ പോയി. ഇപ്പോൾ താമര ഓൾറെഡി നമ്മളെ നാട്ടുകാരനാണ്, ചങ്ങനകുളത്ത് തന്നെയാണ്. നമ്മൾ അവിടെ പോയി നമ്മളോട് കണക്റ്റഡായി. അപ്പോൾ അവിടെ തന്നെയാണ് സുധീഷ് കറിയ എന്ന് പറഞ്ഞിട്ട് അതിൽ അഭിനയിച്ച ഒരാളുണ്ട്, വർക്കിൻ്റെ നേതാ. പുള്ളിയും ആണ് ഇതിൽ നമ്മൾ പ്രൊഡ്യൂസറായിട്ട്. നമ്മളവിടെ ഒരു ഭയങ്കര കമ്പനി ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ നമ്മൾ അവിടെ കഴിഞ്ഞിട്ട് നമ്മൾ കണക്റ്റഡ് ആയിരുന്നു. നമ്മളിങ്ങനെ കഥകൾ പറയും, ചർച്ച ചെയ്യലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പരിപാടി ഞാൻ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ
ഞങ്ങൾ കൂടാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അതൊരു കൂട്ടുകെട്ട് ഭയങ്കരമായിട്ട് സ്വാധീനിക്കുന്നുണ്ടല്ലേ ഇപ്പൊ സിനിമയിൽ പുതിയ സാധനങ്ങൾ വരുമ്പോൾ? അതാണ് ഒരു പരിപാടിയിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് വരുമ്പോൾ ആളുകൾ കുറെ പേര് ഇങ്ങനെ ബന്ധപ്പെട്ട് വരുന്നതിന്റെ ഒരു സുഖമുണ്ട്. പുതിയ പടം എടുക്കാം. അങ്ങനെ ഈ പുതിയ ഐഡിയാസ് ഒക്കെ എങ്ങനെ ഡിസ്കസ് ചെയ്യാ? ഇങ്ങനത്തെ ഒരു ഫ്രണ്ട് സർക്കിൾ പരിപാടി തന്നെയാണോ പോകുന്നത്? നമ്മളിങ്ങനെ ഐഡിയ കിട്ടി നമ്മളിങ്ങനെ അടുത്തുള്ള സുഹൃത്തുക്കളൊക്കെ ഇങ്ങനെ സംസാരിക്കും, അങ്ങനെ പരിപാടി വന്നു എങ്ങനെ വർക്ക് ആവോ എന്നുള്ളൊരു പരിപാടി. പിന്നെ ഈ പടം ഇനി ഏത് ലെവലിലോട്ട്? ഇപ്പം ഫെമിനിസ്റ്റ് ഫാത്തിമ ഫെസ്റ്റിവലിൽ വർക്കായി, ഇപ്പൊ തിയേറ്ററിൽ വരാനുള്ള എന്തെങ്കിലും പ്ലാൻസ് ഉണ്ടോ? തിയേറ്ററിലോട്ട് വരാനുള്ള നമ്മൾ നോക്കുന്നുണ്ട്. കാരണം ഒരുപാട് പേര് ഇവിടെ നമ്മളടുത്ത് ചോദിക്കുന്നുണ്ട് അതിന്റെ കാര്യങ്ങൾ. കാരണം അത്രയും ആളുകൾ എന്റർടൈൻ ചെയ്യിപ്പിക്കുന്നുണ്ട് പടം. തിയേറ്ററിലോട്ട് റിലീസ് ചെയ്യാനുള്ള പരിപാടികളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. IFK പ്രസന്റ് ചെയ്തപ്പോൾ കോമ്പറ്റീഷൻ വിഭാഗത്തിലേക്ക് ഇത് വരും എന്നുള്ളത് തോന്നുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ സിനിമ എന്ന് പറയുന്നത് ഒരു ഭയങ്കര വെല്ലുവിളിയുള്ള സംഭവമായിരുന്നു. നമ്മൾ ചെറിയൊരു സിനിമ ചെയ്യുന്ന ആർട്ടിസ്റ്റ് ഒന്നും ഇല്ലാണ്ട് ചെറിയ ക്യാൻവാസിൽ പടം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആകെ കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് IFFK കയറുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചോളം. അതിൽ കയറി കഴിഞ്ഞാൽ പ്രശ്നം കിട്ടി നമ്മളെ പടം ആളുകളായിട്ട് എത്തും എന്നല്ല, വേറെ നമുക്കൊരു ഓപ്ഷൻ ചിലപ്പം ഉണ്ടാവില്ല. അപ്പോൾ IFFK കയറുക എന്നുള്ളത് തന്നെയായിരുന്നു അവിടെ ഒരു പ്രദർശനം മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. ഇന്നലെ IFFK എത്തിക്കണം നമ്മളെ പടം എല്ലാവരും അറിയണം എന്നുള്ളത്. പക്ഷേ ഇന്റർനാഷണൽ കോമ്പറ്റീഷനിൽ വന്ന് ഇപ്പോൾ ആൾക്കാർ പടം കണ്ട് ഭയങ്കര അഭിപ്രായങ്ങൾ പറയുന്നു. ബാക്കി പടങ്ങളൊക്കെ കണ്ടിരുന്നോ? കോമ്പറ്റീഷനിലെ പടങ്ങൾ കാണാൻ പറ്റിയില്ലല്ലേ? ഫുള്ള് ഇതിന്റെ ഒരു തിരക്കായിട്ട്. ഇപ്പം ഞാൻ അങ്കമാലി കണ്ടായിരുന്നു. അങ്കമാലി നല്ല സിനിമന്റെ ഫ്രണ്ടായിന്റെ പ്രൊഡ്യൂസർ സിനിമോഗ്രാഫർ നല്ല രസമാണ്. ഓക്കെ. ഈ ഒരു എഡിറ്ററിന്റെ സെൻസിനെ പറ്റി സാധനം പറഞ്ഞു. ഈ റൈറ്റർ ആയിട്ട് ഈ എന്റെ ആദ്യത്തെ പടം ഞാൻ തന്നെ അങ്ങ് എഴുതാം എന്ന് തീരുമാനിച്ചത്? ബേസിക്കലി എനിക്ക് എഴുത്താണ് കൂടുതൽ ഇഷ്ടം. എനിക്ക് കഥകൾ എഴുതാനും അതിനെ എഴുതിയിട്ട് അതിനിങ്ങനെ നമ്മളെ കാണുമല്ലോ, അവർ അഭിനയിപ്പിച്ച സീനുകൾ, അത് ഭയങ്കര രസമുള്ള പരിപാടിയാണ്. അത് കഴിഞ്ഞിട്ടല്ല പിന്നെ എഡിറ്റിങ്. പക്ഷേ ഇതാണ് എനിക്ക് എഴുത്തും ഡയറക്ഷനുമാണ് എനിക്ക് ഏറ്റവും വർക്കുള്ള പരിപാടി. പിന്നെ അത് ഞാൻ തന്നെ എഡിറ്റ് ചെയ്യുമ്പോൾ സൗകര്യമായിട്ട് ഇപ്പൊ ഈ 3 റോൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ അത് കൂടുതൽ സൗകര്യമായിട്ട് വരിക അല്ലേ? അത് എനിക്കത് ഭയങ്കര ഇഷ്ടം. ഞാൻ തന്നെ ഞാൻ കഥ എഴുതുന്നു, ആ സീന് ഞാൻ ഷൂട്ട് ചെയ്യുന്നു, അത് ഞാൻ എഡിറ്റ് ചെയ്യുന്നു. ഭയങ്കര ട്രെയിൻഡ് അല്ലാത്ത കുറേ ആളുകൾ ഇതിനകത്തുണ്ട്. അപ്പൊ അവരെ കൊണ്ട് അഭിനയിപ്പിക്കുമ്പോൾ, അതായത് ഓദിക്കാൻ വരുന്നൊരു ചേച്ചി, അപ്പം പിന്നെ നമ്മുടെ പല കഥാപാത്രങ്ങളും നമുക്ക് ഓർമ്മ നിൽക്കുകയും ചെയ്യും. അവരുടെ ചില സ്മൈലായിരിക്കും ചിലപ്പം, അല്ലെങ്കിൽ അവരുടെ ചില റിയാക്ഷൻസ്. ആ സ്മൈൽ എനിക്ക് ഓർമ്മയുണ്ട്. ആ ചേച്ചി ഇതുപോലെ ട്യൂഷൻ വീട് വെബ് സീരീസിൽ അഭിനയിച്ചിട്ടുണ്ട്. അത് ഷൂട്ട് ചെയ്യുന്ന വീടിന്റെ തൊട്ടപ്പുറത്തുള്ള ചേച്ചിയാണ്. അപ്പോൾ ഞാൻ ആ ചേച്ചി അവിടെ നിന്ന് തിരുമ്പിക്കൊണ്ടിരിക്കുക. ചേച്ചി പാസിംഗ് ഷൂട്ട് അഭിനയിക്കാൻ വിളിച്ചു കൊടുത്താൽ വിളിച്ചു വന്നതിന് ശേഷം പിന്നെ അവർ ആ സീരീസിൽ കണ്ടിന്യൂസ് അവർ വേഷം ചെയ്ത് ഞാൻ ചേച്ചിനെ ഈ ഇതിലിട്ടൊരു റോൾ ചെയ്യാൻ വിളിച്ച് പടത്തിലേക്ക് അങ്ങനെ വിളിക്കുന്നു. ബാക്കി അപ്പൊ ഇവർക്കെതിരെ ഒരുപാട് റീടേക്ക് ഇല്ല. കാരണം ഞാൻ ഇവരായിട്ട് ട്യൂഷൻ വീടായിട്ട് വർക്ക് ചെയ്യാൻ അവരായിട്ട് ഭയങ്കരമായിട്ട് സിങ്കാണ്. കാരണം എന്റെ പ്രോസസ് ഇവർക്ക് കറക്റ്റ് അറിയാം. എങ്ങനെയാണ് ക്ലാസ്സിൽ ഞാനെങ്ങനെ അത് ട്രീറ്റ് ചെയ്യുന്നത് ഇവരുടെ എല്ലാവർക്കും നന്നായിട്ട് അറിയാം. അപ്പോൾ എനിക്കത് ഓൾറെഡി ഞാൻ അവരായിട്ട് ഭയങ്കര സിങ്കാണ്. അപ്പോൾ ആ ടീമിൽ തന്നെ ഇതിലോട്ട് പ്ലേസ് ചെയ്തില്ല. അവർക്ക് അങ്ങനെ വലിയൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ മൂടിപ്പ് ഇങ്ങനെ ഒരു വിഷയം കയ്യിലുണ്ട്, ഇതാണ് ഞാൻ ഡീൽ ചെയ്യാൻ പോകുന്ന സാധനം എന്നുള്ള ഈ കൺസെപ്റ്റ് ഇതാണ് എന്നുള്ളൊരു പരിപാടിയുണ്ട്. അതിനെ സറ്റയർ ആയിട്ട് ഡീൽ ചെയ്യാം, അല്ല കുറേ സീരിയസ് മൂഡ് പിടിക്കണ്ട, ഇതാണ് എൻ്റെ സറ്റയർ ആണ് എൻ്റെ മൂഡ് എന്നുള്ളൊരു പരിപാടിയിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? അതായത് ഞാൻ അതിന് എല്ലാവർക്കും കണക്ട് ചെയ്യപ്പെടുന്നുണ്ട്. കാരണം നമ്മൾ വേറെ ഒന്നുകൂടി സീരിയസ് ആയിട്ട് പറയുകയാണെങ്കിൽ ചിലപ്പോൾ അത് ആൾക്കാർ ചിലപ്പോൾ അത് വേറെ രീതിയിലോട്ടൊക്കെ പോകും. ഇതിപ്പോൾ എല്ലാ ആളുകൾക്കും മനസ്സിലാവണം എന്നുള്ള ഒരു അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് നമ്മുടെ ലൈഫുമായി കണക്ട് ചെയ്ത കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്താം. അതൊക്കെ ഫണ്ണായി വന്ന് എന്നുള്ളതാണ്. അപ്പോൾ ഈ നമ്മളൊരു ഉസ്താദിനെ നമ്മൾ കാണിക്കുന്നത്, അഷ്റഫ് അതിനെ കാണിക്കുന്നത് വളരെ ഒട്ടും ഭയങ്കര പിന്തിരിപ്പനായിട്ടുള്ള ഒരാളായിട്ടാണ് കാണിക്കുന്നത്. അതേ മറിച്ചിട്ട് കാലത്തിനകത്ത് മാറിയ ഒരാളെ കാണിക്കുന്നുണ്ട്. ഇത് രണ്ടും ഒരു ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരാളെ കൂടെ അവതരിപ്പിക്കണം എന്ന് തോന്നിയത്? അല്ല, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ പറഞ്ഞു, നമ്മൾ ഈ അപ്ഡേഷന്റെ പ്രശ്നമാണ് അവിടെ വരേണ്ടത്. അപ്പോൾ ഫാത്തിമ ആണെങ്കിലും ഫാത്തിമ അവിടെ അപ്ഡേറ്റ് ചെയ്ത്, അതുപോലെ തന്നെയാണ് ഫാത്തിമയുടെ പോലുള്ള ആളെ ഞാൻ അപ്പുറത്തെ വീട്ടിലത്തെ ചേച്ചിയുടെ മകള് ഷാന എന്നൊരു ക്യാരക്ടറായിരുന്നു ബബിത. അപ്പോൾ ഇതും രണ്ടും രണ്ട് ചിന്താഗതിയിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ഫാത്തിമ ചിലപ്പോൾ നാളെ ബബിതയിലൂടെ ആ ഷാന ക്യാരക്ടറിലോട്ട് ആവാം. അതുപോലെ തന്നെ അഷ്റഫ് എന്ന ക്യാരക്ടർ, ആ പുതിയ ഉസ്താദ്, അദ്ദേഹം അതിനനുസരിച്ചിട്ടുള്ള കാലത്തിനനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ നിലയിൽ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഉസ്താദാണ് അയാൾ. അഷ്റഫിന് അങ്ങനെ ആവുന്നില്ലാണ്. അഷ്റഫും പുതിയൊരു ഐറ്റം വന്നാലേ ഇത് ശരിയാവുള്ളൂ, അല്ലെങ്കിൽ പുതിയ ചിന്താഗതിക്കത്തൊക്കെ നീങ്ങിയാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ള സാധനം പറഞ്ഞു കൊടുക്കുന്ന ഒരാളായിട്ട്. പിന്നെ ഈ ഒരുപാട് ഇൻസിഡൻസ് ഇങ്ങനെ
അതായത് നീ എനിക്ക് ഒരു പുരയിടം വാങ്ങിക്കൊടുക്കാനുള്ള ഒരു വീട് വെച്ച് തരും എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഫാസിലിന്റെ ഒരു ഫെമിനിസ്റ്റ് ഐഡിയോളജി എന്താണ്? അല്ലെങ്കിൽ സിനിമ ഞാൻ ഇപ്പൊ പറഞ്ഞ എന്റെ സിനിമ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഫെമിനിസം അതാണ് എനിക്കറിയുന്ന ഫെമിനിസം. അതാണ് എൻ്റെ ആ ഫെമിനിസം എന്നുള്ളത് പറഞ്ഞ അതിനുള്ള എൻ്റെ ഒരു സിനിമയിലൂടെയാണ് അത് പ്രസന്റ് ചെയ്യുന്നത്. ഓക്കെ ഫാസിൽ, എന്തായാലും അടിപൊളിയാക്കട്ടെ. താങ്ക് യു.